ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മോളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിളെ. രാത്രി ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെയിൻ കുറഞ്ഞോ? കുറവുണ്ട് അങ്കിളെ, അതുകൊണ്ട് ഉറങ്ങാനും പറ്റി. എല്ലാം പെട്ടെന്ന് ഓക്കെ ആവും. എന്നാലും ചെറിയൊരു റിസ്ക് കിടപ്പുണ്ട്. ഡോക്ടർ സൂചിപ്പിച്ച കാര്യം മോൾ അറിഞ്ഞു കാണുമല്ലോ. എല്ലാരും അതേക്കുറിച്ച് പറഞ്ഞു. അച്ഛൻ പോലും എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം മാറ്റിയപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി അങ്കിളെ. അത് പിന്നെ സ്വന്തം മകളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ മോളെ അച്ഛന് മറ്റൊരു ജീവൻ. അതെല്ലാ അച്ഛന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ല അങ്കിളെ. എന്റെ അച്ഛൻ എന്റെ ജീവനാ വലുതെങ്കിലും എനിക്ക് വലുത് എന്റെ കുഞ്ഞിന്റെ ജീവനായിരിക്കില്ലേ? നിങ്ങൾക്കൊക്കെ അതൊരു ജനിക്കാത്ത കാണാത്ത സങ്കല്പം മാത്രം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ എന്റെ രക്തവും ശ്വാസവും കൊടുത്ത് വളർത്തുന്ന എന്റെ കുഞ്ഞ് തന്നെ ഇത്. അതിന്റെ വളർച്ച എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിലേ അതിന്റെ സന്തോഷം സങ്കടം എല്ലാം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ഇതെന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്നോടാരും പറയല്ലേ. ഇല്ല ഇല്ല മോളെ, അങ്കിൾ ഇനി ഒരിക്കലും പറയില്ല. നിന്റെ കുഞ്ഞിന് വേണ്ടി നീ എടുക്കുന്ന തീരുമാനം, അതിനപ്പുറത്തേക്ക് വേറൊരു തീരുമാനമില്ല. നിനക്ക് നിന്റെ കുഞ്ഞിനെയും ആ കുഞ്ഞിനെ അതിന്റെ അമ്മയും ജീവനോടെ കിട്ടാൻ നിന്റെ ഈ നിലപാട് സഹായിക്കട്ടെ. അത് നടക്കും മോളെ. അതിന് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. வாங்களே இருங்க. എന്താ സരോജിനി രാവിലെ തന്നെ? എന്റെ മാഷേ, ഇന്നലെ രാത്രി ഇവിടെ വലിയ കാറ്റും മഴയായിരുന്നു. അടുക്കള ഭാഗത്തെ തെങ്ങ് ചതിച്ചു മാഷേ. ദൈവമേ, അത് വീണോ സരോജിനി? അതെ, രാത്രിയിലെ കാറ്റ് കണ്ടപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഓടി നോക്കിയത്. എവിടെ വീണത്? വീടിന്റെ മുകളിലേക്കാണോ? അത് അടുക്കളയുടെ ഭാഗത്താ മാഷേ. അതും തെങ്ങിന്റെ മണ്ട നേരെ വന്ന് പതിച്ചത് അടുക്കളയുടെ വാതിലില്ല. ഓ, വാതിലിന്റെ ഒരു പാളി അടർന്ന് താഴെ പോയി മാഷേ. ഇപ്പൊ അവിടെ തുറന്നു കിടക്കുക. ഈശ്വര, അടുക്കള വാതിൽ പൊളിഞ്ഞു വീണു. വല്ല കള്ളന്മാരും അതുവഴി അകത്തേക്ക് കയറോ സരോജിനി? കള്ളന്മാരൊന്നും കേറിയിട്ടില്ല മാഷെ. വലിയ കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നില്ലേ. ജീവനിൽ കൊതിയുള്ള കള്ളന്മാരൊന്നും ഇന്നലെ ഇറങ്ങില്ല. പക്ഷേ ഇന്ന് എന്തായാലും വാതിൽ ശരിയാക്കിയേ പറ്റൂ. മഴച്ചാറ്റലടിച്ച് അടുക്കളയിൽ മൊത്തം വെള്ളം കയറി കിടക്കുക. അതും ശരിയാക്കണം. തെങ്ങിന്റെ മണ്ട എടുത്ത് മാറ്റണം. അങ്ങനെ 4 പേരെ എടുത്താൽ തീരാത്ത പണിയുണ്ട്. മാഷ് എത്രയും വേഗം ഒന്നിങ്ങോട്ട് വരാൻ നോക്ക്. സരോജിനി, ചീരുമോള് ഹോസ്പിറ്റലാ. അവള് വയ്യാതെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരിക?